സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവമംഗലത്തേക്ക് ആര്യനെ വിളിച്ചെങ്കിലും ആര്യൻ ബാലനെ പരിഹസിക്കുന്നു ചെയ്യുന്നത്. തിരിച്ചു വരാൻ കൂട്ടാക്കുന്നില്ല. സ്വർണം തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രം ദേവമംഗലത്തേക്ക് വരുള്ളൂ എന്നാണ് ആര്യൻ പറയുന്നത്. അതെന്തായാലും ആര്യനെ കൊണ്ട് ഇപ്പം അത് നടക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ടും ബാലന് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. സ്നേഹത്തോടെ വിളിച്ച ബാലൻ പെട്ടെന്ന് തന്നെ ആര്യൻ്റെ ശത്രു ആവാണ്. അതുകൊണ്ട് തന്നെ ദേവമംഗലത്തിലേക്ക് ഇനി ആര്യം വരണ്ട എന്ന് തന്നെ തീരുമാനിക്കുന്നു. മാത്രമല്ല അവിടെ ഉള്ളവരോട് ആരോടും ആര്യനെ കാണാൻ പോകരുതെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് ഗോമതി പ്രത്യേകിച്ച് ചോദിക്കുമ്പോൾ ഗോമതിയോട് പറയണേ എങ്ങനെയാണ് എന്നോടെല്ലാം അവൻ പറഞ്ഞു എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ഗോമതി ആകെ ഞെട്ടുന്നുണ്ട്. കല്യാണത്തിനെ കുറിച്ചോ ഗുരുവായൂർ സംഭവിച്ച കാര്യങ്ങളൊക്കെ ബാലേട്ടനോട് ആര്യം പറഞ്ഞോ എന്നിങ്ങനെ ആലോചിച്ച് ഗോമതി പേടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കൃഷ്ണമംഗലത്താണെങ്കിൽ നമ്മുടെ രാജശ്രീ നന്ദിത ദേവമംഗലത്തേക്ക് കയറി പോണതും രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത്, അതായത് നമ്മുടെ ഗോമതിയും നന്ദിതയും കൂടെ സംസാരിക്കുന്ന വീഡിയോ അച്യുതന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്യുതൻ വിചാരിച്ചേക്കുന്നത് നമ്മുടെ ഗോമതി കൃഷ്ണമംഗലത്തെ രണ്ടാക്കാനും ചേട്ടനനിയന്മാരെയും അവരുടെ ഭാര്യമാരെയും രണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് അവൾ നടത്തണേന്ന് വിചാരിച്ചിട്ടാണ് ഗോമതിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുന്നുണ്ട് നമ്മുടെ അച്യുതൻ. എടി നീ കൃഷ്ണമംഗലത്തുള്ളവരെ തമ്മിൽ തല്ലിക്കാൻ നോക്കുകയാണെന്നൊക്കെ ചോദിക്കും. അയാളുടെ സംസാരം കേൾക്കുമ്പോൾ ഗോമതി ആകെ പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ബാലൻ അത് കേട്ടതോടുകൂടി എൻ്റെ ഭാര്യ അത്തരക്കാരിയല്ലാന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അച്യുതനെ അടിക്കുന്നുണ്ട്. ഒറ്റയടിക്ക് തന്നെ അച്യുതൻ മറിഞ്ഞു വീഴുന്നുണ്ട്. അത് പിന്നീട് വല്ലാത്ത പ്രശ്നത്തിലേക്ക് ഇനി ചെന്ന് അവസാനിക്കുന്നത് നന്ദിതനോടും അതുപോലെ തന്നെ അനന്തവർമ്മനോടും പറയുന്നുണ്ട്, ഇതിന് പകരം വീട്ടിലിരിക്കും ഞാൻ, നോക്കിക്കോ ദേവമംഗലത്തുള്ളവരെല്ലാവരും കണ്ണീര് കുടിക്കുമെന്ന് പറഞ്ഞു. അയാൾ ആ ദേഷ്യങ്ങൾ കൊണ്ടകത്തേക്ക് പോകും. അപ്പം നന്ദിതയ്ക്ക് കാര്യം മനസ്സിലായി. നന്ദിത പറയുന്നുണ്ട്, അനന്തവർമ്മനോട് പറയുന്നുണ്ട്, ഇത് വല്ലാത്ത പ്രശ്നത്തിലേക്ക് എന്ന് അവസാനിക്കുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മിത്രയുടെ ജീവൻ തന്നെ ആര്യനെയും മിത്രനെയും ഇവർ അപകടപ്പെടുത്തും. നിങ്ങളുടെ അനിയനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിത ആകെ പേടിക്കുന്നുണ്ട്. ശരി, എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ആ സമയത്താണ് അച്യുതനും അലോകും കൂടി കഴിഞ്ഞിട്ട് ബാലനെ തല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നതും ബാലൻ വരുന്ന വഴിക്ക് അവർ കാത്തുനിൽക്കുന്നതും ബാലനെ ആക്രമിക്കുന്നതും. അവിടെയും ഇത്രയും ആര്യനും ചെന്നിട്ടാണ് നമ്മുടെ ബാലനെ രക്ഷിക്കുന്നതും അവരിൽ നിന്ന് തല്ല് ബാലന് കിട്ടാതെ ഒഴിഞ്ഞു മാറുന്നതൊക്കെ. പിന്നീട് കൃഷ്ണമംഗലത്ത് അയാൾ പറഞ്ഞിട്ട് ദേവമംഗലത്തേക്കും ചെല്ലുന്നുണ്ട്. ഗോമതിനെയും അതുപോലെ തന്നെ ആകാശിനൊക്കെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഗുണ്ടകൾ വാളൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ വല്ലാത്ത പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഗോമതി തന്നെ മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഗോമതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവർ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ബാലനായാലും ആര്യനായാലും ഇവർ ഉപദ്രവിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഇപ്പോൾ ചേട്ടൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അനിയൻ എന്തായാലും എല്ലാ പ്രശ്നത്തിനും മുന്നിൽ നിൽക്കുന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഗോമതിക്ക് ഇനി ഗോമതി മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കണമെങ്കിൽ ഗോമതി വിചാരിച്ചാൽ മാത്രം നടക്കുള്ളൂ എന്ന് ഗോമതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അച്യുതനോടും അനന്തവർമ്മയോടും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാവരോടുമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലണം ഗോമതി ധൈര്യത്തോടെ. നീ എന്ത് ധൈര്യത്തിലുണ്ട് ഇങ്ങോട്ട് കയറി വന്നതിന് ചോദിച്ച് ആട്ടി ഓടിക്കാൻ നോക്കുമ്പോൾ പറയാനുള്ളത് പറഞ്ഞിട്ട് ഗോമതി പോകുള്ളൂ എന്ന് പറയും. എന്തായാലും ബാലനോ ദേവമംഗലത്താരോ ആരും അറിയാണ്ടാണ് ഗോമതി അങ്ങോട്ട് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആങ്ങളമാരെ മുഖത്ത് നോക്കി പറയാൻ ഗോമതിക്ക് നല്ല ധൈര്യമായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കാരണം ഗോമതി പറയുന്നുണ്ട്, നിങ്ങൾ കാര്യം അറിയാനാണ് സംസാരിക്കുന്നതും നിങ്ങൾ ഈ വഴക്കുണ്ടാക്കുന്നതും നിങ്ങളുടെ മകൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ റൗഡിനെയും കള്ളനെയാണ് സ്നേഹിച്ചത്, അല്ലാതെ എൻ്റെ മോനെയല്ല. അവൻ്റെ കൂടെയാണ് രാത്രി ഇറങ്ങിപ്പോയതും. അവൾ അറിയാതെ അവളുടെ ബാഗിൽ സ്വർണം കുത്തി നിറച്ചെടുത്തത് അവൻ തന്നെയാണ്, അത് അവൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് നിങ്ങളെ മോളെ കൊണ്ടുപോയത് ഗുരുവായൂർക്കാണ്. ഞാൻ ആ സമയത്ത് നിങ്ങൾ കല്യാണം പറയാത്തതിലെ വിഷമം കൊണ്ട് ഞാനും എൻ്റെ മോനും എൻ്റെ മരുമോളും കൂടി ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരിക്കുമ്പോഴാണ് നിങ്ങളെ മോൾ അവിടെ എത്തിപ്പെട്ടതും. നിങ്ങളുടെ മോളെ ചതിച്ചുകൊണ്ട് നിങ്ങളെ മോളെ കൊണ്ടുപോയവൻ ഗുരുവായൂർ ലോഡ്ജിൽ തള്ളി അവിടെ ഇട്ടിട്ട് പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് ആ സ്വർണവുമായി കടന്നു കളഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ റൗഡീന് എന്നൊക്കെ പറഞ്ഞ് ഗോമതി അങ്ങോട്ട് കയ്യിൽ തുള്ളണ് ചെയ്യുന്നത്. അതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മുടെ അനന്തവർമ്മയ്ക്കും അച്യുതവർമ്മയ്ക്കും ഒക്കെ ആകെ അങ്ങനെ ഞെട്ടലാവണം. എന്നിട്ടും നിങ്ങളുടെ അഭിമാനം കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മകനെ, ഈ ലോകത്തെ എൻ്റെ മകനെ ഏറ്റവും അധികം വെറുക്കുന്നത് മിത്രനായിരുന്നു. മിത്ര തിരിച്ചു
അങ്ങനെ ഒരാൾ നിങ്ങളുടെ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോനെ കൊണ്ട് നിങ്ങളെ മോളെ കഴുത്തിൽ ഞാൻ താലി കെട്ടിച്ചത്. അല്ലാതെ നിങ്ങളുടെ 101 പവൻ്റെ സ്വർണം കിട്ടാൻ അത് ദേവമംഗലത്ത് കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കാനൊന്നല്ല. എൻ്റെ ആങ്ങളമാർ ഈ നാട്ടിൽ ഞാൻ കാരണം തല കുനിച്ചു. ഇനി നിങ്ങളുടെ മോളും കൂടി കാരണം തല കുനിക്കരുത്. മറ്റൊരുത്തൻ ലോകത്തിലെ ഏറ്റവും വലിയ റൗഡിനെ കൂടെ പോയിട്ട് അയാൾ ഉപേക്ഷിച്ച ഒരു പെണ്ണിനെയാണ് അവൻ ഉപേക്ഷിച്ച ഒരു പെണ്ണ് തിരിച്ച് നിങ്ങളെ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന വിഷമം അതെനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്തത്. എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മോൾക്ക് ഞാനൊരു ജീവിതം കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ഗോമതി അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് വെട്ടി തുറന്ന് പറയുമ്പോൾ ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കൃഷ്ണമംഗലത്തുകാർ.